ടി.പി. ചന്ദ്രശേഖരൻ വധം വി.എസ്. അച്യുതാനന്ദനുള്ള മുന്നറിയിപ്പായിരുന്നുവെന്ന് കെ രമ എം.എൽ.എ. വി.എസ്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും രമ വെളിപ്പെടുത്തി. വി.എസ്. അച്യുതാനന്ദൻ CPM വിടാൻ ആലോചിച്ചിരുന്നുവെന്ന് വി.എസിന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി KM ഷാജഹാൻ. ജനം ഡിബേറ്റിലാണ് ഇരുവരുടെയും വെളിപ്പെടുത്തൽ. പുതിയ പാർട്ടി രൂപീകരിക്കാൻ വി.എസ്. ആലോചിച്ചിരുന്നതായും KM ഷാജഹാന്റെ വെളിപ്പെടുത്തലുണ്ടായി. ഇതിന്റെ ആദ്യ ഘട്ടമായിരുന്നു ജനശക്തി വാരികയുടെ ഉത്ഭവമെന്നും എന്നാൽ വി.എസിന്റെ പ്രായമാണ് കടുത്ത നിലപാടുകളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചതെന്നും ഷാജഹാൻ ജനം ഡിബേറ്റിൽ വെളിപ്പെടുത്തി. അത് ഒഞ്ചിയത്ത് മാത്രമായിരുന്നില്ല. ഇപ്പോൾ ഷൊർണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പരസ്യമായി, തളിക്കുളം പോലെയുള്ള സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളിൽ പരസ്യമായിട്ട് തന്നെ ഇത്തരത്തിൽ CPM-നെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നിരുന്നു. അപ്പോൾ ഒഞ്ചിയത്ത് അതിനുശേഷം ആ ഒരു വിമത ശബ്ദത്തിന് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് CPM നേതൃത്വം തീരുമാനിച്ചതിൻ്റെ കൂടി ഭാഗം ആയിട്ടാണ് സഖാവ് TP-യെ അരുങ്കൊല ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. ആ അരുങ്കൊല ചെയ്തത് ഒരുപക്ഷെ അത് VS-നുള്ളൊരു താക്കീതായിട്ട് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ല. അത്തരം പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് പലർക്കുമുള്ളൊരു സൂചനയായിരുന്നു. അത് VS-നുള്ള ഒരു താക്കീത് കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കുലംകുത്തി എന്ന് വിശേഷിപ്പിച്ചിട്ടും സഖാവ് VS ഒഞ്ചിയത്ത് വരികയും സഖാവ് ടി.പി. ചന്ദ്രശേഖരന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്തു എന്നുള്ളത്. അത് മാത്രമല്ല, അവിടെ വന്നിട്ട് ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്നതിന് ഉള്ള ആർജവം കാണിച്ചു. ഒരു മടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഈ ദൃശ്യമാധ്യമങ്ങളിൽ വലിയ സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, പുരുഷന്മാർ, സ്ത്രീകളൊക്കെ വന്ന് പറയുന്നത് VS ഒരിക്കലും പാർട്ടി വിടുകയില്ലായിരുന്നു, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ടുള്ള സമരത്തിന് മാത്രമാണ് VS ശ്രദ്ധിച്ചിരുന്നത്. VS-നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പലരും ശ്രമിച്ചെങ്കിലും VS അതിന് തയ്യാറാവുകയില്ലായിരുന്നു. അതിന് VS പാർട്ടിയിൽ തന്നെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് VS-നെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞ് ചില പുരുഷ കേസരികളും ചില വനിതാ വലിയ വലിയ മാധ്യമപ്രവർത്തകരാണെന്ന് സ്വയം തോന്നുന്ന ചില വനിതാ മാധ്യമപ്രവർത്തകരൊക്കെ വെട്ടിവിളമ്പുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കണ്ട് ഞങ്ങൾക്ക് ചിരിയാണ് അതിലുണ്ടാവുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം, VS ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിച്ചിരുന്നു. അതിലെനിക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് രണ്ട് പേരുടെ അടുത്തെങ്കിലും VS ആ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അതിലൊരാൾ ഞാനായിരുന്നു, വേറൊരാൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള G ശക്തിധരനായിരുന്നു. പാർട്ടി വിടുന്നതിനെക്കുറിച്ച് ഗൗരവമായി VS ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലാണ് ജനശക്തി എന്ന് പറഞ്ഞ വാരിക തുടങ്ങാൻ തീരുമാനമാകുന്നത്. ആ ജനശക്തി വാരിക തുടങ്ങുന്നതിനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത് VS തന്നെയാണ്. യഥാർത്ഥത്തിൽ VS ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോരാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന് VS-ൻ്റെ പ്രായമാണ് VS-നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ട്, VS-നെ കുടുംബത്തിൽ നിന്ന് ചില കോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില നീക്കങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചീഫ് ന്യൂസ് എഡിറ്റർ അനിൽ നമ്പ്യാർ ചേരുകയാണ്. ശ്രീ അനിൽ നമ്പ്യാർ, ഈ ഒരു ഘട്ടത്തിൽ രണ്ട് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ജനം ഡിബേറ്റിൽ കഴിഞ്ഞ മണിക്കൂറിലുണ്ടായത്. ഒന്ന്, ടി.പി. ചന്ദ്രശേഖരൻ വധം VS അച്യുതാനന്ദനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും MLA-യും കൂടിയായ കെ രമ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. VS പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നും രമ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ CPM വിടാൻ ആലോചിച്ചിരുന്നുവെന്ന് VS-ന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ KM ഷാജഹാനും ഉറപ്പിച്ചു പറയുകയാണ്. യെസ്, ദേവിക പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ജനം ഡിബേറ്റിൽ ഉണ്ടായത്. ആദ്യം കെ രമ MLA പറഞ്ഞതെടുക്കാം. അതായത് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം VS അച്യുതാനന്ദനുള്ള താക്കീതായിരുന്നു, മുന്നറിയിപ്പായിരുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, പാർട്ടിക്ക് അകത്ത് ഉൾപാർട്ടി വിപ്ലവം എന്ന പോലെ പാർട്ടിക്ക് അകത്ത് വലിയ തിരുത്തലുകൾക്ക് VS അച്യുതാനന്ദൻ
മുതിരുന്ന ഒരു സമയം, അദ്ദേഹം വളരെ സജീവമായി പാർട്ടിയെ തിരുത്താനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിരിക്കുന്ന ഒരു ആ സമയത്താണ് ഒഞ്ചിയത്തും അതുപോലെ ഷൊർണൂരിലും വിമത ശബ്ദങ്ങൾ ഉയർന്നത്. നമുക്കറിയാം, ഒഞ്ചിയത്ത് ടി.പി. ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ RMP രൂപീകരിക്കുന്നു, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് രൂപീകരണം നൽകുന്നു. അതുപോലെ ഷൊർണൂരിലും സമാനമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അത് പിണറായി വിജയൻ ഇടപെട്ട് അത് നിർജീവമാക്കുന്നു. ആ പ്രവർത്തനം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. പക്ഷേ വളരെ സജീവമായിട്ട് ഒഞ്ചിയം മേഖലയിൽ RMP പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ വലിയ തോതിൽ CPM-ൽ നിന്ന് ആളുകൾ RMP-യിലേക്ക് മാറുന്നു. ടി.പി. ചന്ദ്രശേഖരൻ്റെ നേതൃത്വം പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു സമയം. അവിടെ ഈ ഒരു ബദൽ മൂവ്മെൻറ്റ് അത് വലിയൊരു സംഭവമായി മാറും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൃത്യമായിട്ട് അതിന് നേതൃത്വം നൽകിയ RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ കൊല്ലുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ്റെ വധം അത് CPM ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ്. ഇന്നേ വരെ CPM അത് സമ്മതിച്ചിട്ടില്ല. അതായത് ടി.പി. ചന്ദ്രശേഖരനുമായി വൈരാഗ്യമുള്ള ആളുകൾ ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, പിന്നീട് ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ കൊടിവെച്ച കൊലയാളികൾ ആയിട്ടുള്ള കൊടിസുനി ഉൾപ്പെടെയുള്ളവർ, കിർമാണി മനോജ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതിസ്ഥാനത്ത് വന്നത്. മാത്രമല്ല, കുഞ്ഞനന്ദൻ അറിയാം, ഒരുപക്ഷെ കണ്ണൂരിലെ എല്ലാ കൊലപാതകങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ കുഞ്ഞനന്ദൻ. ആ കുഞ്ഞനന്ദൻ കൂടി ഈ ആസൂത്രണത്തിലൊക്കെ പങ്കാളി ആയിരുന്നു. അപ്പോൾ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവർ, ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ളവർ, പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർ പോലും അതിൽ ശിക്ഷിക്കപ്പെട്ട് അകത്തുപോയി എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് ഇന്ന് രമ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് വളരെ ശ്രദ്ധേയമാണ്. അതായത് പാർട്ടിയിൽ വിമത ശബ്ദം ഉയർന്നാൽ അവരുടെ ഗതി ഇതായിരിക്കും, ടി.പി. ചന്ദ്രശേഖരൻ്റെ ഗതിയായിരിക്കും. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊലപ്പെടുത്തിയതുപോലെയായിരിക്കും VS അച്യുതാനന്ദന് ഉണ്ടാകാൻ പോകുന്ന അനുഭവം എന്ന് കൃത്യമായിട്ടുള്ള ഒരു താക്കീത്, മുന്നറിയിപ്പ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലൂടെ നൽകി എന്നാണ് ഇന്ന് ചന്ദ്രശേഖരൻ്റെ വിധവ കൂടിയായ KK രമ MLA പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇതാണ്. അതായത് പാർട്ടിയെ തിരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നു, പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനം അതായിരുന്നു VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാരെ അലോസരപ്പെടുത്തിയത്, അസ്വസ്ഥരാക്കിയത്. അതുകൊണ്ട് പാർട്ടിയെ തിരുത്തുക, അങ്ങനെ ഒരു നീക്കവുമായി ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ടി.പി. ചന്ദ്രശേഖരൻ്റെ ഗതിയായിരിക്കും എന്ന കൃത്യമായിട്ടുള്ള ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ് ആണ് നൽകിയത്. അത് VS അച്യുതാനന്ദനെ ലാക്കാക്കി കൂടിയാണ് അങ്ങനെയൊരു കൊലപാതകം നടത്തിയത് എന്നാണ് ഇന്ന് രമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് 2001-2006 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ. നമുക്കറിയാം, KM ഷാജഹാനാണ് നേരത്തെ അദ്ദേഹം ജന ഡിബേറ്റിൽ വെളിപ്പെടുത്തിയതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഇതിലൊക്കെ VS അച്യുതാനന്ദനെ വളരെ സജീവമായി സക്രിയമായി ഇടപെടുത്തിയത് ഷാജഹാൻ ഉൾപ്പെടുന്ന ഒരു ടീമായിരുന്നു. ഇന്ന് അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു, ആ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് VS അച്യുതാനന്ദന് എല്ലാ ആയുധങ്ങളും നൽകിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് ജനൻ ഡിബേറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് VS ഒരു ഘട്ടത്തിൽ പാർട്ടി വിടാൻ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ VS അച്യുതാനന്ദൻ്റെ ഈ മൃതദേഹം അത് പൊതുദർശനത്തിന് വെച്ച സമയത്ത് പല മാധ്യമങ്ങളിൽ ചർച്ച നടന്നത് VS ഒരു കാലത്തും പാർട്ടി വിടാൻ ആലോചിച്ചിരുന്നില്ല എന്ന് ചിലരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഷാജഹാൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതായത് പാർട്ടി വിടാൻ VS അച്യുതാനന്ദൻ ആലോചിച്ചിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് G ശക്തിധരൻ എഡിറ്റർ ആയിട്ടുള്ള ജനശക്തി വാരിക ആരംഭിച്ചത് എന്നാണ് ഷാജഹാൻ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഈ ജനശക്തിക്ക് ഉള്ള എല്ലാ സഹായങ്ങളും നൽകിയത് VS അച്യുതാനന്ദനായിരുന്നു എന്നും KM ഷാജഹാൻ പറഞ്ഞു വെച്ചു. പിന്നീട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ പിറകോട്ട് പോയതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയായിരുന്നു. VS 80 കഴിഞ്ഞ VS അദ്ദേഹത്തിന് ഒരു പുതിയ പാർട്ടിക്ക് രൂപം നൽകി മുന്നോട്ട് പോകാനാവില്ല, ചില പ്രതിബന്ധങ്ങൾ ഒക്കെ ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അതിൽ നിന്ന്
പിൻവലിഞ്ഞത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഷാജഹാൻ ചില സൂചനകളും നൽകി. വി എസ് അച്യുതാനന്ദൻ്റെ മകൻ വി എ അരുൺകുമാറിന് ഇങ്ങനെയൊരു പുതിയ ബദൽ മൂവ്മെൻറ്റുമായിട്ട് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല, വീട്ടുകാർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പോരാടാൻ വി എസ് തീരുമാനിക്കുകയായിരുന്നു, അതിന് നിർബന്ധിതനാവുകയായിരുന്നു എന്നാണ് ഇന്ന് കെ എം ഷാജഹാൻ പറഞ്ഞത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ആണ്. അതായത് വി എസ് അച്യുതാനന്ദനെ പോലെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് CPIMന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രൂപം നൽകിയ 32 നേതാക്കന്മാർ, അതിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി വി എസ് അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ ആലോചിച്ചു. അങ്ങനെ ഒരു ആലോചന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇന്ന് വെളിപ്പെടുത്തിയത്. വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ആണിത്. മറ്റൊരു കാര്യം പറഞ്ഞത്, വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2006, 2011 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുടെ തടവറയിലായിരുന്നു എന്നുള്ളതാണ്. അന്ന് പിണറായി വിജയനായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇന്നത്തെ ധനമന്ത്രിയായ KN ബാലഗോപാലിനെ നിയോഗിച്ചിരുന്നു. അങ്ങനെ നിയോഗിച്ചത് കൃത്യമായിട്ട്, അതായത് വി എസ് അച്യുതാനന്ദൻ, മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ്റെ മുന്നിൽ വരുന്ന ഫയലുകൾ എന്തൊക്കെയാണെന്നും ആ ഫയലുകൾ കൃത്യമായിട്ട്, അതിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവാതെ കൃത്യമായിട്ട് ഈ ഫയലുകളുടെ വിവരങ്ങളെല്ലാം ഫയലുകളടക്കം എടുത്ത് പാർട്ടി ആസ്ഥാനമായ AKG സെൻറ്ററിൽ പോയി പിണറായി വിജയന് കാണിച്ചു കൊടുത്തത്, ഈ ഫയലുകൾക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാജരാക്കിയത് ഈ KN ബാലഗോപാലായിരുന്നു. ഒരു ഒറ്റുകാരൻ്റെ റോളായിരുന്നു ഇന്നത്തെ ധനകാര്യമന്ത്രിയായ അന്നത്തെ വി എസ് അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ KN ബാലഗോപാലിൻ്റേത്. കഴിഞ്ഞ മണിക്കൂറിൽ ജനം ഡിബേറ്റിലൂടെ KK രമ MLA ഒപ്പം KM ഷാജഹാനും വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഒന്ന്, TP ചന്ദ്രശേഖരൻ വധം വി എസ് അച്യുതാനന്ദനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു എന്ന് KK രമ പറഞ്ഞു. അതോടൊപ്പം തന്നെ KM ഷാജഹാൻ പറഞ്ഞത് വി എസ് പുതിയ ഒരു പാർട്ടി രൂപീകരണത്തിന് ആലോചിച്ചിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനിൽ നമ്പ്യാർ ചേർന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. കാരണം വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടായിരുന്നില്ല ഇതിൽ. മാത്രവുമല്ല മകന് താല്പര്യമില്ലായിരുന്നു. മാത്രവുമല്ല കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഒരു പുതിയ പാർട്ടി രൂപീകരണം വേണ്ട എന്നൊരു നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോരാടാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു എന്നാണ് KM ഷാജഹാൻ പറഞ്ഞത്. യെസ്, വി എസ് അച്യുതാനന്ദൻ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വി എസ് അച്യുതാനന്ദൻ്റെ പ്രായമായിരുന്നു ഒരു തടസ്സം. മറ്റേത് അദ്ദേഹത്തിന് കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയിരുന്നില്ല. മകൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് എന്നാണ് ഷാജഹാൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്ക് അകത്ത് നിന്ന് അദ്ദേഹം നീണ്ട കാലം വലിയ പ്രക്ഷോഭം നടത്തി. അതായത് വലതുപക്ഷ വ്യതിയാനം, പാർട്ടിയുടെ അപജയം, പാർട്ടിയുടെ വഴിപിഴച്ച പോക്ക്, ഇതിലൊക്കെയുള്ള പ്രതിഷേധവും അമർഷവും കൃത്യമായിട്ട് വി എസ് അച്യുതാനന്ദൻ രേഖപ്പെടുത്തിയിരുന്നു. പാർട്ടി വേദികളിൽ നമുക്കറിയാം, പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിലും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വി എസ് അച്യുതാനന്ദൻ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അറിയിച്ചിരുന്നു. മാത്രമല്ല നമുക്കറിയാവുന്നതുപോലെ പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് പോലും അത് പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയത് വി എസ് അച്യുതാനന്ദനായിരുന്നു. അത് അദ്ദേഹം അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തുകളെല്ലാം പിന്നീട് പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ബുദ്ധി കേന്ദ്രമായിട്ട് ഷാജഹാനും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അത് ഇപ്പോഴൊരു പരസ്യമായിട്ട് തന്നെ അത് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും KM ഷാജഹാൻ 2006 KM ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടി ഇന്നത്തെ ഡിബേറ്റിൽ ഷാജഹാൻ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് വി എസ് അച്യുതാനന്ദന് 2001 ശേഷം ഉള്ള ആ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നതിൽ, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൽ ഷാജഹാൻ ഉൾപ്പെട്ട ഒരു ടീം അവർ കൃത്യമായ ആസൂത്രണത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നു. അതിലുള്ള വിരോധം കാരണമാണ് 2006 KM ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനുള്ള ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഈ അന്നത്തെ സംസ്ഥാന സമ്മേളനം, പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ്. വളരെ ദുർബലമായിട്ടുള്ള ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് KM ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ഈ VS അച്യുതാനന്ദനെ വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവായി, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവായി വികസിപ്പിച്ചെടുക്കുന്നതിൽ, വളർത്തിയെടുക്കുന്നതിൽ ഷാജഹാൻ ഉൾപ്പെട്ട ടീം വലിയ പങ്ക് വഹിച്ചു. അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു വിരോധം കാരണമാണ് ഷാജഹാനെ പുറത്താക്കിയത്. മാത്രമല്ല VS അച്യുതാനന്ദനോടൊപ്പം ആരൊക്കെ പ്രവർത്തിച്ചിരുന്നു അവർക്കെതിരെയും പാർട്ടി നടപടി ഉണ്ടായി എന്നുള്ളതാണ്. VSൻ്റെ സന്തത സഹചാരിയായിരുന്ന, VSൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന സുരേഷും പാർട്ടി നടപടികൾക്ക് വിധേയനായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൃത്യമായിട്ട് വെട്ടിനിരത്തിയിരുന്നു. VSന് ഒരു നല്ലൊരു ഇമേജ് ബിൽഡപ്പ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത ആളുകളെയെല്ലാം വെട്ടുനിരത്തുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. മാത്രമല്ല ഷാജഹാൻ്റെ ഒരു ദുഃഖം കൂടി ഇന്ന് പങ്കുവച്ചു. അതായത് അദ്ദേഹം കഴിഞ്ഞ 12 വർഷമായി VSനെ ഒന്ന് നേരിൽ കാണാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവിടെയും കുടുംബത്തിൻ്റെ എതിർപ്പ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് VA അരുൺകുമാറിൻ്റെ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ വീട്ടിൽ പോയി കാണാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് VS അച്യുതാനന്ദനെ കഴിഞ്ഞ 1 മാസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് ഷാജഹാനും അതുപോലെ G ശക്തിധരനും, നേരത്തെ പറഞ്ഞ ജനശക്തി വാരികയുടെ എഡിറ്ററായിട്ടുള്ള G ശക്തിധരനും ആ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായും ഈ ഒരു പ്രവർത്തന പന്താവിൽ സജീവമാക്കിയ, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ, പരിസ്ഥിതി വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് VS അച്യുതാനന്ദൻ ഇടപെട്ടതിന് കാരണഭൂതരായിട്ടുള്ള ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്താൻ CPM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷാജഹാനെയും ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് അത് വളരെ ദുർബലമായിട്ടുള്ള ചില കാരണങ്ങളാണ് പറഞ്ഞത്. എന്തായാലും ഈ 2 വെളിപ്പെടുത്തലുകൾ, ഷാജഹാൻ്റെ വെളിപ്പെടുത്തലുകളും അതുപോലെ KK രമയുടെ വെളിപ്പെടുത്തലും, TP ചന്ദ്രശേഖരൻ്റെ വധം VSനുള്ള താക്കീതായിരുന്നു എന്ന KK രമയുടെ വെളിപ്പെടുത്തലും അത് ശ്രദ്ധേയമാണ്. അത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും.